നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ആൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ representation of f of x is equal to integration from 0 to infinity b of omega sin omega x d omega, b of omega sin omega x d omega, where b of omega equal to 2 by pi integration from 0 to infinity f of x 2 by pi integration from 0 to infinity f of x sin omega x dx. ഇതാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി അതേസമയം the corresponding Fourier cosine integral representation of f of x is given by f of x is equal to ഇത് സൈൻ ഇൻ്റഗ്രൽ കേട്ടോ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. ഇനി കൊസൈൻ മീൻസ് കോസ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity a of omega cos omega x dx, d omega, a of omega into cos omega, sin omega x മാറ്റി cos omega x ആക്കുക, b of omega മാറ്റി a of omega ആക്കുക, where a of omega equal to 2 by pi integration from 0 to infinity f of x into cos omega x dx. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഒരുമിച്ച് കാണണം അല്ലേ? കാരണം ആ എൻവലപ്പിൽ ഈ രണ്ടുപേരും വരുന്നുണ്ടല്ലോ, ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity ഓഫ് ഒമേഗ കോസ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഫോറിയർ സൈൻ ഇൻ്റഗ്രലാവുമ്പോൾ നമുക്ക് ആ ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ മതി. ആൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാവുമ്പോൾ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ മതി. ഓക്കെ അല്ലേ? അതാണ് വ്യത്യാസം, വേർ എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ. അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. represent f of x equal to e raised to minus kx where x greater than 0, k greater than 0 as a Fourier cosine and sine integral. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യം ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ പോവാം അല്ലേ? അപ്പോൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്താണ് നമുക്ക് ആക്ച്വലി വരുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എ ഓഫ് ഒമേഗ, അതാണ് കൊസൈൻ്റെത് അല്ലേ? ഫോറിയർ കൊസൈൻ ഇതാണ് കൊസൈൻ ഇൻ്റഗ്രൽ കേട്ടോ, രണ്ടാമത് പറഞ്ഞത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. പക്ഷേ ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുണ്ട്? എ ഓഫ് ഒമേഗന് ആവശ്യമുണ്ട്. സോ വാട്ട് ഈസ് എ ഓഫ് ഒമേഗ? എ ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 2 by pi integration from 0 to infinity ഇതങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി ഫോർമുല. എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ? അതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ അകത്ത് എ ഓഫ് ഒമേഗയാണ് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 2 by pi ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? that equal to 2 by pi integration from 0 to infinity what is f of x? f of x എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അത് e raised to minus kx ആണ് അല്ലേ? വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to infinity എന്ന് പറയുന്ന നമ്മളെ ഡെഫിനിഷനിൽ പറയുന്ന അതേ കോമൺ റേഞ്ചാണ് വരുന്നത് എക്സിന്. അപ്പോൾ 0 to infinity അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ കേട്ടോ.
ഇ റൈസ് ടു മൈനസ് കെ എക്സ് പിന്നെ കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫോർമുല പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് വന്നാൽ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ എഴുതേണ്ടതെന്നുള്ളത്. ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോറിയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. രണ്ട് ഫോർമുല ഞാൻ പറഞ്ഞിരുന്നു. ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സും ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സും പറഞ്ഞിരുന്നു അല്ലേ? ആ റിസൾട്ട് അവിടെ സബ്മിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു എന്തായിരുന്നു ഇൻ്റഗ്രേഷൻ? ഇ റൈസ് ടു എ എക്സ്, ഇവിടെ സ്ഥാനത്ത് കെ എക്സ് മൈനസ് കെ എക്സ് ബൈ എ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ദെൻ ഇൻറ്റു എ കോസ് ബി എക്സ്. എ മീൻസ് മൈനസ് കെ, കോസ് ബി എന്ന് പറഞ്ഞാൽ, അതായത് എ എന്ന് പറഞ്ഞാൽ മൈനസ് കെ, ബി എന്ന് പറഞ്ഞാൽ ഒമേഗ ആണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ എ കോസ് ബി എക്സ് ദാറ്റ് ഈസ് മൈനസ് കെ ഒമേഗ എക്സ് പ്ലസ് ബി ദാറ്റ് ഈസ് ഒമേഗ സൈൻ ബി എക്സ് സൈൻ ഒമേഗ എക്സ്. ഇതാണ് ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫോർമുലയാണെന്ന് നോക്കുക, ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാനുള്ളത് എന്തായിട്ടാണ്? ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? ദാറ്റ് ഈക്വൽ ടു 2/π. അപ്പോൾ ആദ്യം എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും ഫസ്റ്റ് പാർട്ട് അല്ലേ? അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വന്നാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓർക്കണില്ലേ? അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നെ 0 ആയിട്ട് പോവുകയാണ്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ നോക്കേണ്ട എന്താ വരണം എന്നുള്ളത്. കാരണം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ ആ ടേം അവിടെ എന്ത് വരും? 0 വരും. 0യുടെ മൾട്ടിപ്ലിസിറ്റി വരും. 0 കൊണ്ട് എന്തുകൊണ്ട് ഗുണിച്ചാലും എന്തിനാണ് ആൻസർ? 0 തന്നെയാണ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് 0 കൊടുത്താലോ? ഇ റൈസ് ടു 0 1 ആണ്. സോ 1/, മൈനസ് കെൻ്റെ സ്ക്വയർ എന്താണ്? കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ്. എക്സിന് 0 കൊടുത്താൽ അറിയാലോ, ഇവിടെ കോസ് 0 വരും, ഇവിടെ സൈൻ 0 വരും. സൈൻ 0 0 ആയിട്ട് പോകും, കോസ് 0 1 ആയിട്ട് വരും. സോ വാട്ട്? മൈനസ് കെ, കോസ് 0 1 ആണ്, പ്ലസ് ഒമേഗ ഇൻറ്റു 0. സൈൻ 0 0 ആണ്. ദാറ്റ് ഈക്വൽ ടു 2/π ഇൻറ്റു ബ്രാക്കറ്റ് മൈനസ് 1/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്താ വരിക ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത്? ഓൺലി മൈനസ് കെ, വേറെ ആരുമില്ലല്ലോ അവിടെ അല്ലേ? ഈ മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? പ്ലസ് ആവും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. ബാക്കിയോ 2/π. സോ 2/π എന്ത് വരും? കെ ബൈ അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ k/k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒന്ന് വെട്ടിക്കളയാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2k ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ദെർഫോർ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? നമ്മുടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എക്സ്പ്രഷൻ എന്താണ്? ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ് അല്ലേ? അപ്പോൾ ആ സ്ഥലത്ത് കിട്ടിയ ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ. വാട്ട് ഈസ് എ ഓഫ് ഒമേഗ? എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടിയത് ദാറ്റ് ഈസ് 2k ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ എൻവലപ്പ് അനുസരിച്ച് വരിക അല്ലേ? എ ഓഫ് ഒമേഗൻ്റെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി ഇത് അതേപോലെ എഴുതി കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നും സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി എന്താണ് അടുത്തത്? ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ഒമേഗയാണ് വേരിയബിൾ. ഒമേഗ ഇല്ലാത്തവരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2k/π പുറത്തേക്ക് എടുക്കാം. ദെൻ 0 ടു ഇൻഫിനിറ്റി 2k പോയി, പിന്നെ ആരേ ഉള്ളൂ?
കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ പയ്യും പോയി അല്ലേ, കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ, ഇങ്ങനെയാണെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ റിസൾട്ട് വരുന്നത് എന്താണ്? വി ഹാവ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി. കണ്ടില്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ അല്ലേ? ഈ ഫോർമുല അതേപോലെ തെറ്റിക്കാതെ എഴുതി വെച്ചാൽ മതി. ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വേർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? മറ്റോടത്ത് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്നുള്ളത് ഇവിടെ എന്തായി? എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്നായി. അതാണ് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം എടുത്ത് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഓഫ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ, വേർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു വാട്ട്? 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ അല്ലേ? അപ്പോൾ 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു ഇൻഫിനിറ്റി വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈസ് ഓൾറെഡി ഗിവൺ e റൈസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സും ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തായിരുന്നു ഫോർമുല? ഓർമ്മ ഉണ്ടോ? ദാറ്റ് ഈസ് 2/π ഇ റൈസ് ടു, ഞാനത് ഒരിക്കൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത് കേട്ടോ. നിങ്ങളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നോക്കിയാൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ, എൻ്റെ സ്ഥാനത്ത് മൈനസ് കെ, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗ, പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു പിന്നെന്തായിരുന്നു? എ മീൻസ് മൈനസ് കെ അല്ലേ? അപ്പോൾ എ സൈൻ ബി എക്സ്, ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സിൻ്റെ ഫോർമുല. ഓക്കെ അല്ലേ? അപ്പോൾ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആണെങ്കിലോ കഴിഞ്ഞ റിസൾട്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ, കഴിഞ്ഞ ഇതിൽ പാർട്ടിൽ ചെയ്തത്, ഫോറിയർ കൊസൈനിൽ ചെയ്തത് എന്താണ്? ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് കോമൺ ആണ്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇത്രയേ ഉള്ളൂ. ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമുള്ള റിസൾട്ടാണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാനുണ്ട് അല്ലേ? 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ആ കാര്യം ഒന്നും കൂടെ കടന്നു വരികയാണ്. എന്താണ്? നമുക്കിവിടെ ആദ്യം കൊടുക്കാനുള്ള ലിമിറ്റ് എക്സിന് ഇൻഫിനിറ്റിയാണ്. എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ തന്നെ വൺസ് അഗെയിൻ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി പോകും? 0 ആയിട്ട് പോകും. പിന്നെ അവിടെ എന്ത് വന്നിട്ടും അകത്ത് വന്നിട്ടും കാര്യമില്ല അല്ലേ? ഇത് 0 ആയിട്ടുണ്ട് ഇൻറ്റു 0 വരുന്നതിനാൽ ഇത് മൊത്തത്തിൽ 0 ആയിട്ടുണ്ട് കട്ടായി പോകും. അപ്പോൾ ആ ഭാഗം ഞാൻ ചെയ്യണ്ടല്ലോ. അങ്ങനെ എഴുതിയാൽ മതി എക്സാമിനായാലും നമ്മൾ 0 മൈനസ്. ഇനി ഈ സ്ഥലത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു മൈനസ് 0 എന്ന് പറയാറില്ല. ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 1 ആണ് അല്ലേ? അപ്പോൾ 1/ ഇത് കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ബ്രാക്കറ്റ് മൈനസ് കെ ഇൻറ്റു സൈൻ 0 ദാറ്റ് ഈസ് 0 മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0. ക്ലിയർ അല്ലേ? കാരണം സൈൻ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 ആണ്. 0നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 0 ആണല്ലോ. അപ്പോൾ സൈനിൻ്റെ അകത്ത് ഒമേഗ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ സിംപ്ലി സൈൻ 0. കോസിൻ്റെ അകത്ത് ഒമേഗ 0 എന്ന് പറഞ്ഞാൽ കോസ് 0. കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. ദാറ്റ് ഈക്വൽ ടു വാട്ട്? 2/π ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരേ ഉള്ളൂ ഞാൻ ആക്ച്വലി മൈനസ് 1/k² പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ടൈം ക്യാൻസൽ അല്ലേ? 0. ദെൻ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ അകത്ത്? മൈനസ് ഒമേഗ മാത്രമേ ഉണ്ടാവുള്ളൂ. ദിസ് ഈക്വൽ ടു വാട്ട്? 2/π മൈനസ് ഇൻറ്റു മൈനസ് വൺസ് അഗൈൻ പ്ലസ്.
സോ ഒമേഗ അല്ലേ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ബി ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു അല്ലേ, സോറി യെസ് ബി ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞു. ദെർഫോർ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്, ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity b of omega, that is 2 by pi omega divided by കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ബി ഓഫ് ഒമേഗ അല്ലേ. ഇതിനോട് കൂടെ ആര് വരും, സൈൻ ഒമേഗ എക്സ് വരും. മറ്റൊടുത്ത് കോസ് ഒമേഗ എക്സ്, ഇവിടെ സൈൻ ഒമേഗ എക്സ്, അതാണ് വ്യത്യാസം കേട്ടോ. ഡി ഒമേഗ ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒമേഗയാണ് വേരിയബിൾ, ഒമേഗ ഇല്ലാത്ത ടേം ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ 2 by pi മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് എടുക്കാൻ പറ്റില്ല. കെ ഇവിടെ ഉണ്ടെങ്കിലും കെ സ്ക്വയർ കെ ഒറ്റക്കല്ലല്ലോ, കെ സ്ക്വയറിൻ്റെ കൂടെ ഒമേഗ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളോട് പുറത്തെടുക്കാത്തത് കേട്ടോ. സോ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity ഒമേഗ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് വരുന്നത്. ഇസ് ഇറ്റ്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അതായത് അതർവൈസ് എന്നുള്ള മീനിങ്, നമ്മളെപ്പോഴും 0 അതർവൈസ് എന്നല്ലേ പറയാം. അപ്പോൾ ഈ 0ൻ്റെ 1ൻ്റെ ഇടയിൽ ഫംഗ്ഷൻ 1 വരുന്നുണ്ട് വാല്യൂ, അതല്ലാത്ത കേസിൽ 0 വരുന്നുണ്ട് എന്നുള്ള മീനിങ് കേട്ടോ. നമ്മളിവിടെ ലെസ് ദാൻ 0യിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സിൻ്റെ റേഞ്ച് 0 to infinity ആണ്. നമ്മൾ ഇൻ്റഗ്രേഷനിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, 0 ഫോറിയർ സൈൻ ഇൻ്റഗ്രലും ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലും വരുന്നത് എന്താണ്, 0 to infinity എന്നുള്ളതാണ് എക്സിൻ്റെ പോസിബിൾ റേഞ്ച്. അപ്പോൾ 0 മുതൽ അങ്ങോട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ, അതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 0ൻ്റെ 1ൻ്റെ ഇടയിൽ 1 ആണ്, 1ൻ്റെ മേപ്പോട്ട് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാക്കണം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താണ്, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്താണ്, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എ ഓഫ് ഒമേഗ അല്ലേ, കൊസൈനിൽ എ ഓഫ് ഒമേഗയാണ്, എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലേ. ഇതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. വേർ എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. ദാറ്റ് ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എന്നാണ് നമ്മളെ പോസിബിൾ റേഞ്ച് ഓഫ് എക്സ് വരുന്നത് അല്ലേ. അതിൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താണ്, ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 1 വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ടോട്ടൽ ആക്സസ് ഉണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വരുന്നത് എന്താണ്, 1 ആണ്. എഫ് ഓഫ് എക്സ് വരുന്നത് 1 ആണ് എവിടെ, 0 തൊട്ട് 1 വരെ. ദെൻ 1 തൊട്ട് അങ്ങോട്ട് എഫ് ഓഫ് എക്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് എഫ് ഓഫ് എക്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, എക്സ് പോസിബിളായിട്ടുള്ള റേഞ്ച് വെച്ചിട്ട് അത് വേണം ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷനിൽ അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യം വരാൻ കാരണം എന്താണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചതിൽ റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ എക്സ് വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് വാട്ട്, 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ അല്ലേ. ആണ് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകാം. അപ്പോൾ 0 ലെസ് ദാൻ, ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ മീനിങ്, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നമ്മളെ പോസിബിൾ അതായത് റിസൾട്ടിൽ വരുന്ന എക്സിൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫംഗ്ഷനിലും എക്സിൻ്റെത് 0 to infinity ആണ്. അതുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രേഷനിൽ കാര്യമായിട്ട് ലിമിറ്റ് മാറ്റാതെ കണ്ടോ 0 to infinity പിടിച്ചു പോയത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ 0 to infinity നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ, 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ 1 ആയിട്ട് വരുന്നുള്ളൂ, അതായത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ, 1 ആയിട്ട് വരുന്നുള്ളൂ. 1 തൊട്ട് മുകളിലോട്ടോ 0 ആണ്.
ഓക്കെ അല്ലേ. എക്സിസ്റ്റീവ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് 1 എന്ന വാല്യൂ തരുന്നത്. മറ്റിടത്തൊക്കെ ഫംഗ്ഷൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഫംഗ്ഷൻ വരുന്നത് 0 അപ്പോൾ അവിടെ നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. എങ്ങനെ? 0 തൊട്ട് ഇൻഫിനിറ്റിയിൽ നമുക്ക് ഏത് വരെ ഉപയോഗിച്ചാൽ മതി? 0 to 1 വരെ. കാരണം 1 തൊട്ട് ഇനി അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ അവിടെ 0 ആണ്. അപ്പോൾ അവിടെ ഇൻ്റഗ്രേഷൻ വരില്ല, ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് പോകും. അപ്പോൾ 0 തൊട്ട് 1 വരെ ആക്കുക. ഓക്കെ, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 2/π integration from 0 to 1 into cos omega x, simply cos omega x dx. Very simple. അപ്പോൾ 2/π, വാട്ട് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് കോസ്? സൈൻ ആണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് കോസ് എക്സ്. അത് കോസ് എക്സിൻ്റെ ഡയറക്റ്റ് റിസൾട്ട് അല്ല. എക്സിൻ്റെ സ്ഥാനത്ത് ആരുണ്ട്? ഒമേഗ എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് ഒരു എ എക്സ് വന്നാൽ അവിടെ എനെ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ കേസിൽ ഒമേഗ കോൺസ്റ്റൻ്റ് ആണല്ലോ. കാരണം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് എക്സിനെയാണ്. കണ്ടോ, ഡി എക്സിൽ വേരിയബിൾ ആരാണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് അല്ലാത്ത ആൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കരുതിയാൽ മതി. അപ്പോൾ കോസ് എ എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ റിസൾട്ടിൽ എന്താ ചേഞ്ച് വരിക? 1/a. ഒരു 1/, കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേൻ്റെ സ്ഥാനത്ത് ഒമേഗ. അപ്പോൾ 1/ω സൈൻ ഒമേഗ എക്സ് ഫ്രം ലിമിറ്റ് 0 to 1. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു, നമ്മൾ എപ്പോഴും ഈ ലിമിറ്റ് കൊടുക്കുന്നത് എക്സിലാണ് അല്ലേ. എക്സ് ആണ് വേരിയബിൾ. അല്ലാത്തടത്ത് നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ച്വലി ആരുണ്ട്? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ 1/ω ഉണ്ട്. കാരണം 1/ω നമ്മൾ കാര്യമായിട്ട് ലിമിറ്റ് കൊടുക്കുന്നില്ല. നമ്മൾ ഈ എക്സിൽ കൊടുത്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഏതെങ്കിലും കോൺസ്റ്റൻറ്റ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ബാക്കി ആരേ ഉള്ളൂ? സൈൻ ഒമേഗ എക്സ് അല്ലേ, ഫ്രം 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഒമേഗ എന്ന് പറയാമല്ലോ നമുക്ക് സിമ്പിളായിട്ട്. ദെൻ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? സൈൻ ഒമേഗ ഇൻറ്റു 1. ഒമേഗ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഒമേഗ തന്നെ, മൈനസ് സൈൻ ഒമേഗ ഇൻറ്റു 0. ദാറ്റ് ഈസ് സൈൻ 0 എഴുതേണ്ട ആവശ്യമില്ല, 0 ആണ്. ദാറ്റ് ഈസ് 2/π ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ, ബിക്കോസ് സൈൻ 0 is 0. ഇതാണ് നമ്മളെ എ ഓഫ് ഒമേഗ വരുന്നത് അല്ലേ. ദെർഫോർ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വാട്ട്? ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ, ദാറ്റ് ഇസ് 2/π ഒമേഗ സൈൻ ഒമേഗ ഇൻറ്റു അല്ലേ, സൈൻ ഒമേഗ ഇൻറ്റു ഇത് കിട്ടിയത് എന്താണ്? എ ഓഫ് ഒമേഗയാണ്. ഇനി നമുക്ക് എന്താ ഉള്ളത് ഇതിൻ്റെ കൂടെ? ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ അല്ലേ, ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ആസ് യൂഷ്വൽ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് അല്ലേ. ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് ആരാണ്? നമ്മൾ ഈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ എപ്പോഴും ഡി ഒമേഗയിലാണ് വരിക, ആലോചിച്ചാൽ മതി. അപ്പോൾ ഒമേഗയാണ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കാണുമ്പോൾ അവിടെ ഡി എക്സ് എന്നാണ് വരിക ഇൻ്റഗ്രേഷൻ്റെ എൻഡിൽ, അതായത് വേരിയബിൾ എക്സ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒമേഗനെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തത് ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ? ഒമേഗനെ പുറത്തെടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഒമേഗ നൗ ഇറ്റ് ഈസ് എ വേരിയബിൾ. അപ്പോൾ 2/π വേണമെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി വാട്ട്? സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഒമേഗ അല്ലേ, ഡി ഒമേഗ. ഇതാണ് നമ്മുടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത്. ഈസ് ഇറ്റ്? ഇതൊക്കെ അല്ലേ, സിമ്പിളല്ലേ ഇത്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ആസ് എ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള മീനിങ് കേട്ടോ. അത് 1 ആവാം, 5 ആകാം, 10 ആകാം, ഒരു ഫൈനൈറ്റ് വാല്യൂ, അല്ലെങ്കിൽ 100 ആകാം, 1 lakh ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ റിസൾട്ട് പ്രകാരം വി ഹാവ് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം.
ഫൊറിയർ സൈനും ഫൊറിയർ കൊസൈനും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മോട് ചോദ്യം ആവശ്യപ്പെടുന്നത് ഏത് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാണ്? റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ആസ് എ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity. ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. കോസ് ആണെങ്കിൽ എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. സൈൻ ആണെങ്കിൽ ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ അല്ലേ? വേർ ബി ഒമേഗ ഈക്വൽ ടു 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ല, എ ഒമേഗയും ബി ഒമേഗയും കാണുമ്പോൾ നമ്മളുടെ ഡി ഒമേഗ എന്നല്ല എഴുതുക, ഡി എക്സ് എന്നാണ് എഴുതുക. അപ്പോൾ എക്സ് ആണ് വേരിയബിൾ കേട്ടോ. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എന്നുള്ളത് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ അത് ടോട്ടൽ ആക്സസ് ആണ് എക്സിൻ്റെ. പക്ഷേ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തത് നോക്കണം കേട്ടോ. എങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? 0 മുതൽ എ വരെ എന്നാണ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റഗ്രേഷൻ റേഞ്ച് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്നുണ്ട് അതിൻ്റെ മീനിങ്. 0 മുതൽ മേപ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വരെയും പോവാം. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയും. പക്ഷേ ഇവിടെ 0 തൊട്ട് എ വരെ പോകാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. ഓക്കെ അല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. എപ്പോൾ? എക്സ് ഇൻ ബിറ്റ്വീൻ 0 and എ ആണെങ്കിൽ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം നിസ്സംശയം പറയാൻ പറ്റും. ഇവിടെ എഫ് ഓഫ് എക്സിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഏത് വരെ പോകാൻ പറ്റുള്ളൂ? എക്സിന് എ വരെ പോകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പറാണത്. ഓക്കെ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ? ആസ് പെർ ദ ക്വസ്റ്റ്യൻ. യെസ്. ബാക്കി സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, എക്സോ എക്സിൻ്റെ പവേഴ്സോ ഈ സൈനിൻ്റെ കൂടെയോ കോസിൻ്റെ കൂടെയോ ഇതുപോലെ ഇങ്ങനെ ഇൻറ്റു ആയിട്ട് വരുമ്പോൾ, ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഇത് ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. എക്സോ അല്ലെങ്കിൽ എക്സിൻ്റെ പവർ, ഇപ്പോൾ എക്സോ എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ x+1 ഒക്കെ വന്നാലും ശരി, അതിനെ നമ്മൾ ലെഫ്റ്റിൽ എഴുതുക ഫസ്റ്റ് ഫംഗ്ഷനായിട്ട്. സൈനോ കോസോ. ഓക്കെ അല്ലേ? അപ്പോൾ സൈന് കോസ് ഇറേസ് ഒക്കെ വന്നാൽ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. എക്സോ എക്സിൻ്റെ പവേഴ്സിൻ്റെ കൂടെ സൈനോ കോസോ ഇറേസ് ഒക്കെ വന്നാൽ ഇവിടെ നമുക്ക് സൈനും കോസും ഉള്ള വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, ഞാൻ ഇവിടെ എഴുതി. സെക്കൻഡ് ഫംഗ്ഷൻ വരുന്ന ആരാണ്? സൈൻ ഒമേഗ എക്സ് ആണ്. അത് അതേപോലെ എഴുതി. ഓക്കെ അല്ലേ? ഈ ലെഫ്റ്റ് അതായത് എക്സ് ഇതിൻ്റെ താഴെ ഡിഫറൻഷിയേഷൻ കൊടുക്കുക, ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുക. റൈറ്റ് അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് ഫംഗ്ഷൻ്റെ താഴെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ശരിയല്ലേ? 1ൻ്റെ ഡെറിവേറ്റീവ് 0. ക്ലിയർ ആയല്ലോ? ഇനി സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ പറയുമ്പോൾ എക്സ് ആണ് വേരിയബിൾ കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ് ആണ്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് വന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പോൾ ഒരു -1/a വരും. 1/a കൊണ്ട് ആ റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ -1/ഒമേഗ, എൻ്റെ സ്ഥാനത്ത് ഒമേഗയാണ്, കോസ് ഒമേഗ എക്സ്. ഒരിക്കൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് അങ്ങോട്ട് ആദ്യം മാറ്റി നിർത്തുക. ഇനി ഇത് കോസ് എ എക്സിൻ്റെ ഫോമാണ്. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അല്ലേ? 1/a മീൻസ് 1/ഒമേഗ സൈൻ ഒമേഗ എക്സ്. അപ്പോൾ ഇത് ഏത് വരെ പ്രൊസീഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നമുക്ക് അവസാനം ഒരു 0 എത്തും. ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വഴി 0 എത്തും. അതുവരെ നിങ്ങൾ റൈറ്റും ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുക. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ലെഫ്റ്റിലെ ഫസ്റ്റും റൈറ്റിലെ സെക്കൻഡും റൈറ്റിലെ തേർഡും. ഇനി ഇവിടെ അടുത്തതുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുത്തെ തേർഡും അവിടുത്തെ ഫോർത്തും ആ ഒരു രീതിയിൽ ഒന്ന് ക്രോസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ദെയർഫോർ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to a എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് അല്ലേ? എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഓക്കെ, എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ക്രോസ് ചെയ്ത് വെച്ചതിൽ എത്ര ക്രോസിങ് ഇവിടെ കാണാമെന്നുണ്ട്? 2 എണ്ണം, ചിലതിൽ 3 എണ്ണം, ചിലതിൽ 4 എണ്ണം വരെയൊക്കെ വരും. അപ്പോൾ ഈ ഒരു ഓർഡർ ആലോചിച്ചാൽ മതി. പ്ലസ് മൈനസ് പി എം, ഓക്കെ അല്ലേ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്.
അതായത് ഫസ്റ്റ് പൊസിഷനിൽ പ്ലസ്, സെക്കൻഡിൽ മൈനസ്, തേർഡിൽ പ്ലസ്, ഫോർത്തിൽ മൈനസ്. അപ്പോൾ ഈ ഈവൺ പൊസിഷൻസിലൊക്കെ മൈനസ് വരും. ആലോചിച്ചാൽ മതി. സെക്കൻഡിൽ, ഫോർത്തിൽ, സിക്സ്ത്തിൽ, എയ്ത്തിലൊക്കെ വരും. ഓക്കെ അല്ലേ. ഓഡിൽ 1, 3, 5 പ്ലസ് വരും. ഇനി എന്താണ് ഈ പ്ലസ് മൈനസ് എന്നല്ലേ? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചിഹ്നം കൺഫേം ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ ഇവിടെ വരുന്നത് എക്സ് ആണ് അല്ലേ. ഫസ്റ്റ് ക്രോസിങ്ങിൽ വരുന്നത് ഇവിടെ എക്സ് ആണ്, അത് പ്ലസ് ആണ്. രണ്ടാമത്തെ ടേമിൽ മൈനസിലാണ് തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇവിടെ ചിഹ്നം പ്രകാരം പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ കോസ് നെഗറ്റീവാണെന്ന് നോക്കണ്ട. നിങ്ങൾ ഇവിടെ നെഗറ്റീവ് സൈനാണോ പോസിറ്റീവ് സൈനാണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പ്ലസ് ആണ് അല്ലേ ഫസ്റ്റിൽ, ഇവിടെ എന്താണ് മൈനസ് ആണ്. അപ്പോൾ പ്ലസിൻ്റെ മൈനസ് എന്താണ്? മൈനസ് ആണ്. ഓക്കെ അല്ലേ. ബാക്കിയുള്ള ടേം അതേപോലെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അത് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കോൺസ്റ്റൻ്റ് എഴുതുക, ദാറ്റ് ഈസ് 1/ω, തുടർന്ന് എക്സ് എഴുതുക, കോസ് ഒമേഗ എക്സ് വരിക. ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിഹ്നം ശ്രദ്ധിക്കുക. ചിഹ്നം ഓൾറെഡി ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അത് അതേപോലെ എഴുതുക. അതാണ് ഈ പി കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ചെയ്യേണ്ടത് എന്താണോ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ചിഹ്നം അത് അതേപോലെ എഴുതുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് വരാം. അവിടെ വീണ്ടും ലെഫ്റ്റിൽ 1 എന്ന് പറഞ്ഞാൽ +1 ആണ്. ബട്ട് സെക്കൻഡ് ടേമിൽ മൈനസ് ഉള്ളത് അല്ലേ. സോ പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ് വൺസ് അഗെയിൻ. പക്ഷേ ഇവിടെ നിങ്ങൾ പ്ലസ് എന്ന് എഴുതാം. അതാണ് ഞാൻ ഈവൺ പൊസിഷൻസ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്തല്ലോ. ഈ എം എന്ന് പറഞ്ഞാൽ അർത്ഥാക്കുന്നത് ചിഹ്നം മാറ്റുക എന്നുള്ളതാണ്. മൈനസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിഹ്നം മാറ്റുക. അപ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എന്ന് എഴുതണം. ഇവിടെ അഥവാ ഈ മൈനസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്ലസ് ആയിട്ടാണ് കരുതുക അല്ലേ പ്രൊഡക്റ്റ്. സോ മൈനസ് എന്ന് എഴുതാം. മൈനസ് ആണെങ്കിൽ പ്ലസ് എന്ന് എഴുതാം. അതെവിടേക്കാണ്? സെക്കൻഡിൽ, ഫോർത്തിൽ, സിക്സ്ത്ത് ഈ ക്രോസിങ്സിലാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ പ്ലസ് ബാക്കി 1 ഇൻറ്റു എഴുതണ്ട, 1/ω ഇൻറ്റു 1/ω, ദാറ്റ് ഈസ് വാട്ട് 1/ω ഹോൾ സ്ക്വയർ. നിങ്ങൾ മൈനസ് എടുക്കരുത് കേട്ടോ. ഇനി ഇവിടെ കാണുന്ന മൈനസ് നിങ്ങൾ എടുക്കരുത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ടേംസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ആരുള്ളത്? സൈൻ ഒമേഗ എക്സ്. ഇതാണ് ഇൻ്റഗ്രേഷൻ ആൻസർ വരിക. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു ആക്ച്വലി. ഫ്രം ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഏതാണ്? 0 to a. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 1/ω എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് 1/ω സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഫ്രം 0 to a. അപ്പോൾ ആദ്യം എക്സിന് എ കൊടുക്കുക, പിന്നീട് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അങ്ങനെയല്ലേ വരൽ? അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു -1/ω. എക്സിന് എ കൊടുത്താൽ എ കോസ് ഒമേഗ എ. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എ കൊടുക്കുക. പ്ലസ് 1/ω സ്ക്വയർ സൈൻ ഒമേഗ എ. കറക്റ്റ്. മൈനസ് ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ, 0 കൊടുക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഇതാ നോക്കുക, ഇവിടെ എക്സ് എന്നുണ്ട് അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ 0 ഇൻറ്റു എനി ടേം ദാറ്റ് ഗോസ് ടു 0, ഇവിടെ 0 വരും. പ്ലസ് സെക്കൻഡ് ടേമിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഇവിടെ വേറെ എക്സ് ഇല്ല, ഇതുപോലത്തെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രീ ടൈം ഇല്ല. പക്ഷേ സൈൻ ഒമേഗ എക്സിൽ 0 എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ സൈൻ ഒമേഗ ഇൻറ്റു 0 അഥവാ സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ 1/ω സ്ക്വയറിൻ്റെ കൂടെ വരുന്നത് 0 ആകും. ഓക്കെ അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ ഈ കേസിൽ? -1/ω എ കോസ് എ പ്ലസ് 1/ω സ്ക്വയർ സൈൻ ഒമേഗ എ. മറ്റേ 0 പോയി, ആരുമില്ല അവിടെ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ കേസിൽ? ബി ഓഫ് ഒമേഗ. ബി ഓഫ് ഒമേഗയിൽ എത്തിയിട്ടില്ലല്ലോ. സോറി. ഈ ഇൻ്റഗ്രേഷൻ്റെ ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് ബി ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ ഇത് മറക്കരുത് കേട്ടോ. ഈ 2/πയുടെ ഒരു മൾട്ടിപ്ലിസിറ്റി വരുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോൾ കിട്ടിയ ആൻസറിനെ ഈ 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ബി ഓഫ് ഒമേഗ ആവുള്ളൂ കേട്ടോ. ദെർഫോർ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ടാണ്. ദെർഫോർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 2/π ഇൻറ്റു ഉണ്ടോ, ഇതാണ് ബി ഓഫ് ഒമേഗ. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഇനി ഒരു 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതിന്. അപ്പോൾ 2/π ഇൻറ്റു ദിസ് വൺ വാട്ട് മൈനസ് ഇത് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? a/ഒമേഗ കോസ് ഒമേഗ എന്നുണ്ട് കേട്ടോ. ഞാൻ ഒമേഗ എന്ന് എഴുതിയിട്ടുള്ളൂ, സോറി. ഇതവിടെ
ഒമേഗ എ. അപ്പോൾ കോസ് ഒമേഗ എ പ്ലസ് 1/ω² സൈൻ ഒമേഗ എ. ക്ലിയർ അല്ലേ? ഇതാണ് ബി ഓഫ് ഒമേഗ വരുന്നത്. ദെയർഫോർ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്താ വരിക? ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity ബി ഓഫ് ഒമേഗ, ദാറ്റ് മീൻസ് 2/π ഇൻറ്റു മൈനസ് a/ω കോസ് ഒമേഗ എ പ്ലസ് 1/ω² സൈൻ ഒമേഗ എ ഇൻറ്റു എന്താ വരിക? സൈനാണ് അല്ലേ? അപ്പോൾ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിൽ എപ്പോഴും ഡി ഒമേഗ ഉണ്ടാവും കേട്ടോ, ഡി എക്സ് അല്ല. ഇതാണ് നമ്മളെ ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോമൺ ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ 2/π പുറത്ത് നിർത്തിയാൽ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity ദെൻ മൈനസ് a/ω കോസ് ഒമേഗ എ പ്ലസ് 1/ω² സൈൻ ഒമേഗ എ ഇൻറ്റു വാട്ട്? സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അല്ലേ? ഇതാണ് നമ്മുടെ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഈ പ്രോബ്ലത്തിൻ്റെ ബേസിൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. നോട്ട് എഴുതിയെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക വൃത്തിയായിട്ട്. ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് എന്തോ പോലെ തോന്നുന്നുള്ളൂ, പക്ഷേ അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. വെരി വെരി സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാര്യമായിട്ട് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇന്ന് പഠിച്ചത്. ആൻഡ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇതിൽ തുടങ്ങിയത് നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്നാൽ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കാണുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ജനറലായിട്ട് പഠിച്ചു. പിന്നെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇത് ഏതെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുണ്ട്. അത് തന്നെ ഇതിൽ വിട്ടുതരാം കേട്ടോ.